ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മുടെ കിച്ചന്റെ അവസ്ഥ കണ്ടിട്ടുണ്ടാവൂല്ലേ. അതെന്താന്ന് വെച്ചാൽ അന്ന് നമുക്ക് നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ. ചില ദിവസങ്ങൾ നമുക്ക് തിരക്കിട്ട് പണിയുമ്പോഴേ നമുക്ക് എല്ലാം കൂടി പറഞ്ഞ പോലെ എത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണം എടുത്ത് ക്ലീൻ ചെയ്ത് പിന്നി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ചില സമയത്തുണ്ടല്ലോ ഞാൻ അവിടെ ഇടും, ലാസ്റ്റിലേക്ക് എല്ലാം മാറ്റാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഒരു ദിവസമാണ്. കംപ്ലീറ്റ് വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പൊ ഇതെപ്പോൾ അവസാനിക്കുന്നൊന്നും അറിയില്ല, എന്നാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരുപാട് പാത്രങ്ങൾ നമുക്ക് കഴുകാനുണ്ട് കേട്ടോ. ഇത്രയ്ക്കൊന്നും ഇങ്ങനെ വലിച്ചു വാരി ഇടാറില്ല. ഒരുപാട് പാത്രങ്ങൾ നമ്മൾ രാവിലെ കഴുകി വെച്ചതാണ്. എന്നാലും നമ്മൾക്ക് ഇങ്ങനെ പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. ഞാനിപ്പോഴും നമ്മുടെ സിങ്കിന് പറയാം അക്ഷയപാത്രം എന്നാണ് കേട്ടോ. കാരണം അതിന് ഒരു അവസാനം ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു പാത്രം കഴുകി വരുമ്പോഴേക്കും അടുത്ത പാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് കാരണം കൊണ്ട് തന്നെ ഇഷ്ടം പോലെ പാത്രങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് എനിക്ക് മാത്രമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പലരോടും ചോദിക്കുമ്പോൾ എല്ലാവരുടെയും പരാതി ഇത് മാത്രമാണ് കേട്ടോ. പാത്രങ്ങൾ ഒരുപാട് കഴുകാനുണ്ടാവുമെന്ന്. അപ്പോൾ വീട്ടിൽ എന്താ പണി എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം എനിക്കിപ്പോൾ ഈ അടുത്തും കൂടി അനുഭവം ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ പറയണത് വീട്ടിൽ ഇഷ്ടം പോലെ പണിയുണ്ട്. അത് നമ്മളൊന്ന് കയറി നോക്കാത്ത ആൾക്കാർക്ക് മാത്രമാണ് ഇതറിയാത്തത്. അല്ലാത്തവർക്കൊക്കെ ഇത് അറിയാൻ പറ്റും കേട്ടോ. കുറേ വർഷങ്ങൾക്ക് മുമ്പേ ചേട്ടൻ ചോദിച്ചാണ് കേട്ടോ എൻ്റെ അടുത്ത് ഡിഷ് വാഷർ വേണോന്ന്. അപ്പം അന്ന് വാങ്ങിത്തരാമെന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാർക്ക് ഉണ്ടല്ലോ, നമ്മളെവിടെ പിശുക്കാൻ പറ്റും എന്നുള്ളതാണല്ലോ നോക്കുക. ആദ്യമൊക്കെ നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ പറഞ്ഞാൽ അത് ഉപയോഗിക്കേണ്ട, നമുക്ക് അലക്കല്ലിൽ തന്നെ അലക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കില്ലേ, അതേപോലെ ഉള്ള ഒരാളാണ് കേട്ടോ ഞാനും. അപ്പോൾ വേണ്ട, ഡിഷ് വാഷറൊന്നും നമുക്ക് വേണ്ട, നമുക്ക് പാത്രം കൈകൊണ്ട് തന്നെ കഴുകാമെന്ന്. പുതിയ ഒന്നിനെ അംഗീകരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മളെ വീട്ടമ്മമാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം തോന്നാറുണ്ട് കേട്ടോ, ഇടയ്ക്കൊക്കെ എനിക്ക് അത് വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന്. ഇടയ്ക്കെങ്കിലും സങ്കടം തോന്നും. കാരണം എന്താ വെച്ചാൽ അത്രമാത്രം പാത്രങ്ങൾ നമ്മൾ കഴുകി മടുത്തിട്ടുണ്ടാവും. അപ്പോഴൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പാത്രങ്ങളൊക്കെ ആദ്യം തന്നെ ഞാൻ സിങ്കിൽ കൊണ്ടിട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റാണ് ഞാൻ പാത്രങ്ങൾ കഴുകുള്ളൂ. പിന്നെ നമ്മൾ കറി വെച്ചതിൻ്റെ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് മാറ്റുക, അതൊക്കെയാണ് കേട്ടോ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ കുറച്ച് ബോക്സൊക്കെ എടുത്തിട്ടുണ്ടാവും. അതിൽ ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ നേരാക്കിയത്, അപ്പോൾ അതൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉള്ളിലേക്ക് വെച്ചു. പിന്നെ ചേട്ടൻ മുട്ട കൊടുത്തിട്ട് 2 ദിവസമായിട്ടോ. സാധാരണ ഞാൻ മുട്ട കൊണ്ടുവന്ന അതേപോലെ അപ്പം തന്നെ എല്ലാം എടുത്ത് വെക്കണതാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് എനിക്ക് വലിയ മടിയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 ദിവസം അവിടെ വെച്ചു. അതുകൊണ്ട് തന്നെ അതിലൊരു 3-4 എണ്ണം പൊട്ടിയിട്ടുണ്ടായിരുന്നേ. സാധാരണ മുട്ട കൊണ്ടുവരുമ്പോൾ അധികം പൊട്ടാറൊന്നുമില്ല. 1 കൂടുതലായി കഴിഞ്ഞാൽ 2 അങ്ങനെയൊക്കെ പൊട്ടാറുള്ളൂ. നന്നായിട്ട് അവർ കവർ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യത്തെ ബോക്സും അത്ര നല്ലതല്ല, അതുകൊണ്ടായിരിക്കാം പൊട്ടിയത്. നല്ലപോലെ പൊട്ടിക്കിടക്കുന്നതൊക്കെ നമ്മളുണ്ടല്ലോ പൂച്ചയ്ക്ക് കൊടുക്കുകയേ ചെയ്യുള്ളൂ. അല്ലാതെ നമുക്ക് വേറെ വഴിയില്ലല്ലോ. കുറച്ച് പൊട്ടിയതൊക്കെ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്രയും മുട്ട കഴുകി വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ മുട്ട എടുത്താൽ ചിലപ്പോൾ അപ്പം തന്നെ പൊട്ടും. അപ്പോൾ പിന്നെ ഇത്രയും മുട്ട ഞാൻ കഴുകുമ്പോൾ അതെന്തായാലും ചിലപ്പോൾ പൊട്ടും. അത് കാരണം കൊണ്ട് ഞാൻ കഴുകിയൊന്നും വയ്ക്കാറില്ല കേട്ടോ. മിക്കവാറും ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കഴുകിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്രാവശ്യത്തെ മുട്ടയുണ്ടല്ലോ അതിൽ നിറയെ അഴുക്കും ഉണ്ട് കേട്ടോ. സാധാരണ നമ്മുടെ മുട്ടയിൽ അങ്ങനെ ചിലപ്പോൾ നല്ല ക്ലീനായിട്ടാണ് ഇരിക്കാറ്. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് ഇത് ശരിക്കുള്ള മുട്ടയാന്ന് കേട്ടോ. കാരണം കാഷ്ടത്തിൻ്റെ ഇതൊക്കെ കുറച്ച് എവിടെയും ഇവിടെയൊക്കെ കണ്ടു കേട്ടോ. അപ്പം നല്ലപോലെ കണ്ടതൊക്കെ ഞാൻ 1-2 എണ്ണം കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ശരിക്കുള്ള മുട്ടയാണെന്ന് അറിയാം. ഇപ്പോൾ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് മുട്ടയൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ, അത് കാരണം കൊണ്ട് നമുക്ക് അറിയാനും പറ്റില്ല. അപ്പം ഞാനുണ്ടല്ലോ അത്യാവശ്യം നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ നമ്മുടെ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒരു ബ്രഷ് കൊണ്ട് നീക്കം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് തുടച്ചെടുക്കണം. അതിന് മുൻപേ ഉണ്ടല്ലോ നമ്മുടെ കറികളും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അവിടെ തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചെറിയ ചൂടുവെള്ളത്തിലേക്ക് സോപ്പ് ലിക്വിഡ് ആണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തേക്കണേ. ശരിക്കും വിം ലിക്വിഡ് അങ്ങനത്തെ ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സോപ്പിൻ്റെ ലിക്വിഡാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കണേ. പിന്നെ വിനാഗിരി, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബേക്കിംഗ് സോഡ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർക്കാം കേട്ടോ. അപ്പം അത് എങ്ങനെ ചെയ്താലും വൃത്തി ഉണ്ടാവും. നമ്മൾ ഒന്നും കൂടെ വൃത്തിയാക്കുന്ന പോലെ ഇരിക്കും. പിന്നെ അതൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പം നമ്മൾ ഒരാഴ്ചയിലോ 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്യണതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് തന്നെയാണ് കേട്ടോ ചേർക്കാറ്. എനിക്ക് വൃത്തി കുറവൊന്നും തോന്നിയിട്ടില്ല.
അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ഗ്യാസ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഇതുപോലെ ഓയിലും അതും ഇതൊക്കെ ചാടിയിട്ട് ആകെ വൃത്തികേടായിട്ട് കിടക്കെ. നമുക്ക് കൂടുതൽ എന്താ പാചകം ചെയ്യാനുള്ള ദിവസമൊക്കെയാണ് കേട്ടോ ഇത്രയ്ക്ക് വൃത്തികേടാവുക. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനാണെങ്കിൽ അറിയാലോ, ഇവിടെ നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, ഒരുപാട് വിഭവങ്ങൾ നമ്മൾ ചിലപ്പോൾ രാവിലെ ഉണ്ടാക്കാറുണ്ട്, ഉച്ചയ്ക്കുള്ളതും എല്ലാം കൂടിയിട്ട് നമുക്ക് തിക്കും തിരക്കും പണി നല്ലോണം ഉണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പം എന്താ പറയുക ക്ലീൻ ചെയ്ത് അങ്ങനെ ഇരിക്കാൻ ടൈം കിട്ടില്ല. അല്ലാത്ത സമയങ്ങളിൽ ഞാൻ അപ്പം അത് ക്ലീൻ ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ എനിക്ക് സമയം ഇന്ന് കിട്ടാത്ത ഒരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഗ്യാസിൻ്റെ ആ ടോപ്പ് ഭാഗം നമുക്ക് ഈ ജനൽ തുറന്നിട്ടുണ്ടല്ലോ നല്ല വെളിച്ചം കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു ഫ്രഷ് എയറൊക്കെ കിട്ടും കേട്ടോ. പക്ഷേ നമ്മുടെ പൂച്ച കാരണം കൊണ്ടേ നമുക്ക് ജനൽ തുറന്നിടാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പൂച്ച മുകളിലത്തെ ആ ജനൽ തുറന്നാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടി പൂച്ച കയറും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് അടച്ചിട്ടേക്കാണ്. അത് തുറന്നിട്ടാൽ നല്ലൊരു വെൻറ്റിലേഷൻ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇനിയിപ്പം നമ്മൾ ഹുഡ് ആൻഡ് ഹോബ് ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പം ഇനി അതൊക്കെ വാങ്ങണം, അതിന് സമയമായിട്ടില്ല തോന്നുന്നു, അതാണ് കേട്ടോ വാങ്ങിയിട്ടില്ല. പിന്നെ ഈ ഒരു മിക്സി ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മളെന്നും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യുമെങ്കിലും അവിടെ ഇവിടെയും കുറച്ചൊക്കെ അഴുക്കിരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടേ അതിൻ്റെ ഉൾഭാഗമൊക്കെ. ഒരുപാട് ഡീപ്പ് ക്ലീനിങ് ഒന്നും ഞാൻ ഇന്ന് ചെയ്യണില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാനുള്ള ടൈമൊന്നുമില്ല. എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ എന്നും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഈ ക്ലീനിങ്. പക്ഷേ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ ഇത്രയും അഴുക്കായ കാരണം കൊണ്ട് അത് ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം എടുത്ത് അതിൻ്റെ ഒരു വൃത്തി കാണിക്കും കേട്ടോ. പിന്നെ നാനോ വൈറ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ നമ്മുടെ കൗണ്ടർ ടോപ്പിലെ എനിക്ക് നല്ലതായിട്ട് തന്നെ തോന്നി കേട്ടോ. നമ്മൾ നല്ല ക്ലീൻ ചെയ്തിട്ടാണെങ്കിൽ നല്ല ഭംഗിയിൽ അങ്ങ് ഇരിക്കും. ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഒരു പൊടി പോലും അത് എടുത്ത് കാണിക്കും കേട്ടോ. അപ്പോൾ അത്രയും ക്ലീൻ ചെയ്തിട്ടാലേ അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. എന്നാലും എനിക്ക് ഇഷ്ടമായി. പിന്നെ നമ്മൾ ലൈറ്റിൻ്റെ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വരുമ്പോൾ ലൈറ്റിങ്ങിൻ്റെ ബുദ്ധിമുട്ടൊക്കെ വരും കേട്ടോ. മറ്റേത് നമ്മുടെ ബ്ലാക്കും ബ്രൗൺ അല്ലായിരുന്നു നമ്മുടെ ആ കളർ കോമ്പിനേഷൻ. അപ്പോൾ അത് നല്ലതുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് നമ്മുടെ ക്യാമറയിലേക്കൊക്കെ എടുത്ത് കാണിക്കും. ഇത് വൈറ്റ് ആകുമ്പോൾ കുറച്ച് എടുത്ത് കാണിക്കൽ കുറവാണ്, പക്ഷേ ഭംഗി ഇതന്നെയാണ് കേട്ടോ. നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള ഭംഗി ഇതൊക്കെ തന്നെയാണ്. പിന്നെ സച്ചുവിന് രാവിലെ ക്യാമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാ തിരക്കും കൂടിയാണ് കേട്ടോ. അതാണ് ഞാനിങ്ങനെ ഓടിച്ച് ചെയ്യുന്നത്. പിന്നെ ഓയിലിൻ്റെ ബോട്ടിൽസാണ് കേട്ടോ. അതൊന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കുവാണേ, കാരണം എന്നും എടുക്കുന്നതല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചിലപ്പോൾ ആവും. എന്നാലും തുടച്ച് വെച്ചാലും അതവിടെ കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ 2-3 ടൈപ്പ് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഒലിവ് ഓയിലും റൈസ് ബ്രാൻ ഓയിലും സാധാരണ വെളിച്ചെണ്ണയും ഉപയോഗിക്കുന്നുണ്ട്. ഈ ടിഷ്യൂ പേപ്പർ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നമുക്ക് 4 റോള് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതുപോലെ തുടച്ചിട്ട് വീണ്ടും നമുക്ക് എന്താ പറയുക കഴുകിയിട്ട് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അത് കാരണം കൊണ്ട് തന്നെ നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം നമ്മുടെ സാധാ ടിഷ്യൂ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ നനച്ചിട്ടൊന്നും തുടയ്ക്കാൻ പറ്റില്ലല്ലോ. ഇത് നല്ലപോലെ ഉപയോഗമുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ലപോലെ ക്ലീൻ ആവുന്നുണ്ടേ. അപ്പോൾ നല്ല വെറുത്തായിട്ടുള്ള പ്രൊഡക്റ്റ് 100 എത്ര സംതിങ്ങിനാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം എത്രയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ കണ്ടെയ്നേഴ്സ് ഇരിക്കുന്ന ഈ ഓപ്പൺ തട്ടുണ്ടല്ലോ, ഇവിടെ നമ്മൾ അധികമൊന്നും ക്ലീൻ ചെയ്യാറില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒന്നും അങ്ങനെ പൊടിയും അഴുക്കൊന്നും കയറാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും നമുക്ക് അധികം വന്നിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ ജസ്റ്റ് ക്ലീൻ ചെയ്യണതിൻ്റെ ഒപ്പം വെറുതെ ഒന്ന് തുടച്ചിട്ട് പോവാറുമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്തൊക്കെ അതൊന്ന് തുടച്ചിട്ടാണ് നമ്മൾ വെക്കാറ്. ഈ കിച്ചൺ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതുപോലെ ഓപ്പൺ തട്ട് എനിക്ക് വേണമെന്ന്. കാരണം നമ്മുടെ പഴയ കിച്ചൺ ഉണ്ടല്ലോ, അതിൽ ഓപ്പൺ തട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഒരേപോലത്തെ ബോട്ടിൽ ഇതുപോലെ കണ്ടെയ്നേഴ്സൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കതുപോലെ ഓപ്പൺ തട്ട് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഇവിടെ മാത്രമേ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പുറത്തും അപ്പുറത്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഒരെണ്ണേ കിട്ടിയുള്ളൂ കേട്ടോ. പക്ഷെ അതിങ്ങനെ ഭംഗി അതിൻ്റെ സൈഡിലൊക്കെ സ്ട്രിപ്പ് ലൈറ്റ് വേണം, അങ്ങനെയൊക്കെ നമ്മൾ കിച്ചൺ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഐഡിയാസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത്. അപ്പം തന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ ബോട്ടിലും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ. അപ്പോൾ അത് നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതും അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഇത് വാങ്ങിയിട്ടുള്ളതും കേട്ടോ.
ഈ സിങ്ക് ഉണ്ടല്ലോ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ, കാരണം നമ്മുടെ പഴയ സിങ്ക് 2 എണ്ണം നമുക്ക് അപ്പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ പുറത്ത് ഒരു വലിയ സിങ്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാത്രങ്ങൾ ഒരുപാട് ഇട്ടിട്ട് കഴുകാനൊക്കെ നമുക്കത് സുഖമാണ്. അപ്പോൾ അതുകൊണ്ട് അതന്നെ ഞാൻ മാക്സിമം ഉപയോഗിക്കാറ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സിങ്ക് ഉണ്ട് എന്നുള്ളതേ മറന്നുപോയി കേട്ടോ. എന്താ ചിലരൊക്കെ പറയും ഇങ്ങനെ ഭംഗിക്ക് വേണ്ടി വെച്ചേക്കുകയെന്ന്. പക്ഷെ അതല്ല, ഭംഗിക്ക് വേണ്ടി വെച്ചതല്ല. എനിക്ക് ഒരു സാധനം അങ്ങനെ യൂസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് മാറാനേ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്കെന്ന് വെച്ചാൽ കുറേ പാത്രങ്ങളൊന്നും കൊള്ളാനുള്ള സ്പേസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ജസ്റ്റ് ഒന്ന് കൈ കഴുകുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒരു പാത്രം കഴുകുക അങ്ങനെയൊക്കെ പറ്റും. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ മിക്കതും അങ്ങനെ നമ്മുടെ പുറത്ത് വലിയൊരു സിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഉള്ളിൽ വേറെ ഒരു സിങ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ യൂസ് ചെയ്യാറ്. പിന്നെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് വെള്ളം എടുത്ത് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അധികം ഇവിടെ യൂസ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമുക്കിനി സിങ്കും കഴുകണം കേട്ടോ. കാരണം സിങ്ക് നമ്മൾ ഉപയോഗിക്കാത്ത കാരണം കൊണ്ട് തന്നെ കുറച്ച് പൊടി പിടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എന്നും ഉപയോഗിക്കുന്നതാണെങ്കിൽ അതങ്ങ് ക്ലീൻ ചെയ്തിടും. വല്ലപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലോ. അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്തിടണം കേട്ടോ. അത്യാവശ്യം കിച്ചൻ്റെ കൗണ്ടർ ടോപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ താഴെയുള്ള നമ്മുടെ റാക്കുകളും കാര്യങ്ങളും അവിടുത്തെ പിന്നെ ആ ഡോറുകളൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് അത് എടുത്ത് കാണിക്കാത്തത്. പിന്നെ ഈ ഇവിടുത്തെ ഒരു ടോപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇവിടെയും കൂടെ ചെയ്യും കേട്ടോ. കാരണം യൂസ് ചെയ്യുന്നില്ലെങ്കിലും അവിടെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരുപാടൊന്നും അവിടെ നമ്മൾ ഉപയോഗിക്കാറില്ല ഈ ഭാഗം. എന്നാലും അതൊന്ന് വെറുതെ തുടച്ചിട്ടാൽ മതി. കാരണം പൊടി എന്ന് പറയണത് ചെറുതായാലും എടുത്ത് കാണിക്കും കേട്ടോ. പിന്നെ ഡൈനിങ് ടേബിൾ നമ്മൾ തുടച്ചിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. മിക്കവരും ടി വിയുടെ മുന്നിലൊക്കെയാണ് കേട്ടോ കഴിക്കാറ്. ഇവിടെ ഡൈനിങ് ടേബിൾ എന്ന് പറയണത് അത്ര അത്യാവശ്യമുള്ള കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ എപ്പോഴും ഇരുന്ന് ഇവിടെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കലൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ഒരുപാട് ആവശ്യമൊന്നുമില്ല. എന്നാലും കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ രാവിലത്തെ ടൈമിലൊക്കെ നമ്മൾ ചേട്ടൻ ജിമ്മിന് പോണേക്കാൻ മുന്നേയൊക്കെ ഇവിടെ ഇരുന്നിട്ട് തന്നെ കഴിക്കാറ്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ ചെയ്യാറുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എന്താ അവിടെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തില്ലേ. ഇനിയിപ്പോൾ എന്താ പറയുക, കുറച്ച് ട്രിവെറ്റ് മാറ്റ് നമ്മളന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ട്രിവെറ്റ് മാറ്റ് ഉണ്ടല്ലോ, ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ ഇതുകൊണ്ട് തന്നെയാണ് മിക്ക എന്താ പറയുക കൈ പിടിക്കണതൊക്കെ, നമുക്ക് ചൂടുള്ള സാധനങ്ങൾ പിടിക്കുക, അതുപോലെ തന്നെ ചൂടുള്ള സാധനങ്ങൾ ഇറക്കി വെക്കണമൊക്കെ ഇതിൽ തന്നെയാണ് കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ അതിൽ കുഴി പോലെ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതിലെന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഇറക്കി വയ്ക്കുമ്പോൾ ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഴുക്ക് പിടിച്ചിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ അത് ഇടയ്ക്ക് കഴുകി വെക്കണം കേട്ടോ. കഴുകി വെച്ചില്ലെങ്കിൽ അത് കുറച്ച് വൃത്തികേടാവും. അതുപോലെ തന്നെ അപ്പോൾ നമ്മളത് കഴുകിയിട്ടൊക്കെ സിങ്കിൻ്റെ എന്താ പറയുക നമ്മുടെ ഫ്രൂട്ട്സ് ട്രേ അങ്ങനത്തെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ വെള്ളം വാർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴേക്കും നമുക്ക് വെള്ളമൊക്കെ വാർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ നമ്മൾ അടിക്കുക തുടയ്ക്കുക ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ വേഗം ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ച്. നമ്മുടെ വീഡിയോ കാണാത്തവർക്ക് അറിയുന്നുണ്ടാവില്ല, നമ്മുടെ ഫ്ലോർ ഇങ്ങനത്തെ കളറാണ് കേട്ടോ. നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നുള്ളതല്ലേ, ഫ്ലോറൊന്നും നമ്മൾ മാറ്റാൻ നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ പിന്നെ അടിച്ചു കഴിഞ്ഞു. ഇനി ഇപ്പം എന്താ നമുക്ക് ഈ സിങ്കൊന്ന് ക്ലീൻ ചെയ്തിടണം കേട്ടോ. ഈ സിങ്കൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ്, അതുകൊണ്ടാണ് ഈ കളറൊക്കെ കേട്ടോ. അല്ലാതെ വേറെ ഒന്നും വിചാരിക്കണ്ട. ഒരുപാട് വർഷങ്ങളായിട്ടോ. ഒരു അറിയാലോ, ഞാൻ ഇനി പറയണില്ല, വർഷങ്ങളുടെ എണ്ണം എടുത്ത് പറയണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സിങ്കിലാണ് നമ്മൾ മിക്കതും യൂസ് ചെയ്യുക കേട്ടോ. കാരണം ഈ സിങ്കിലാണ് എനിക്കിഷ്ടം കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇനി ഈ സിങ്കൊക്കെ ഞാൻ മിക്കവാറും ഇതുപോലെ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ കഴുകി ഇടാറുണ്ട് കേട്ടോ. ഇതല്ലെങ്കിൽ നമ്മുടെ പുറത്തൊരു സിങ്കും കൂടി ഉണ്ടല്ലോ, അവിടെയാണ് കൂടുതൽ ഞാൻ പാത്രം കഴുകാറ്. ഇവിടെ അത്യാവശ്യ പാത്രങ്ങൾ കഴുകാറുണ്ട്. നമ്മുടെ പാത്രങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട വെച്ചിട്ടാണ്. ഇനി എന്താ നമുക്ക് ഒന്ന് എന്താ പറയുക ക്ലീൻ ചെയ്തിടാം കേട്ടോ. ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞില്ലേ, ഇനി ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. അതും കൂടി കഴിഞ്ഞ് നമ്മുടെ കിച്ചൺ ക്ലീനിങ് ഇന്നത്തെ കഴിഞ്ഞു കേട്ടോ.
ഇനിയിപ്പോൾ ബാക്കി എന്ന് പറയണത് ഇതുപോലത്തെ നമ്മൾ ഇൻഡോർ പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഈ ഇന്നർ ഇറക്കി വയ്ക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇടയ്ക്ക് ഒന്ന് കഴുകി കൊടുത്തിട്ട് ആ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. ചിലപ്പോൾ വെള്ളമൊക്കെ വറ്റിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ഒന്ന് നമ്മളിതുപോലെ കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചേ. പിന്നെ ഞാനിപ്പം ഇതൊക്കെ നമ്മൾ മുളപ്പിച്ച് കൊണ്ടുവരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ആയിട്ടില്ല. എനിക്കുണ്ടല്ലോ വീടായാലും അതുപോലെ തന്നെ കിച്ചണായാലും ക്ലീൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സമയം വേണം കേട്ടോ. കാരണം നമ്മൾ ഒരു ഭാഗത്ത് തന്നെ ക്ലീൻ ചെയ്ത 2-3 തവണയൊക്കെ നമ്മൾ മോപ്പ് കൊണ്ട് ഞാൻ തുടച്ചെടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വേണം. ഒരു തവണയൊന്നും എനിക്ക് മോപ്പ് കൊണ്ട് തുടച്ച വൃത്തിയായി തോന്നില്ല. പിന്നെ 2-3 തവണ ഓരോ ഭാഗം തന്നെ തുടച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഒരുപാട് സമയം വേണം. അത് കാരണം കൊണ്ട് എപ്പോഴും ഞാൻ ക്ലീൻ ചെയ്യാൻ മെനക്കെടാറില്ല. ചെയ്യുമ്പോൾ അത് നല്ല വൃത്തിക്കായിട്ട് ഞാൻ ചെയ്യാറുമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പണിയില്ല എന്ന് പറയുന്നവരോട് പറയാണ്, ഒരുപാട് പണികൾ നമ്മുടെ വീട്ടിലുണ്ടാവും കേട്ടോ. അത് ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എന്നെ പിടിച്ച് അടുത്ത വീഡിയോ